നമസ്കാരം. ഞാൻ അജിത്ത് പൂവോട്. നാച്ചുറോപ്പതിയുടെ അഥവാ പ്രകൃതി ചികിത്സയുടെ പ്രചാരകനായിട്ടുള്ള, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയിൽപ്പെട്ട കാനൂൽ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മഹാത്മാ നാച്ചുർ ക്യൂർ എന്ന സെൻറ്ററിൻ്റെ സ്ഥാപകനും മെയിൻ ഫിസിഷ്യനുമായിട്ടുള്ള ഡോക്ടർ SK മാധവനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് നടത്തുന്നത്. നമുക്ക് പ്രകൃതി ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംശയങ്ങൾ ഇന്നും സമൂഹത്തിൽ ആൾക്കാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചില സംശയ ദൂരീകരണങ്ങൾ കൂടെ നമുക്ക് ഈ ഒരു ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാറിനോട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാം. സാറേ നമസ്കാരം. നമസ്കാരം. അപ്പോൾ എനിക്കിങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട് സാറേ. പ്രത്യേകിച്ച് അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, ഇങ്ങനെ പലതരത്തിലുള്ള, അതിന് പുറമെ വേറെയും ഒരുപാട് ശാഖകളുണ്ട് അല്ലേ? എന്നാലും ഈ നാച്ചുറോപ്പതി എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക വിഭാഗത്തിൽ സാറ് അതിൻ്റെ ഒരു പ്രചാരകൻ കൂടിയായിട്ട് തുടരുന്ന ഒരു കാലഘട്ടമാണ്. ഫാസ്റ്റിംഗ് എന്താണ്, അത് നമ്മുടെ ശരീരത്തിനെ ഏതേത് രീതിയിലാണ് ഉദ്ദീപിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രകൃതി ചികിത്സ മറ്റ് ചികിത്സാ രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഓക്കെ. അലോപ്പതി, ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി, ആദിവാസി വൈദ്യം, ഇങ്ങനെയുള്ള ഈ ചികിത്സാ രീതികളെല്ലാം മരുന്ന് ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത്. ഓക്കെ. രോഗം മാറാൻ മരുന്ന് വേണം എന്നാണ് ഈ ചികിത്സക്കാരെല്ലാം ധരിച്ചു. ഈ കണ്ട കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവരുടെ ധാരണ. ഇതിന് ഘടകവിരുദ്ധമായി പ്രകൃതി ചികിത്സകർ പറയുന്നത് രോഗം മാറാൻ മരുന്നേ വേണ്ട, ശരീരം തന്നെ രോഗം മാറ്റും. മനുഷ്യന്റെ ശരീരം പ്രകൃതി സൃഷ്ടിച്ചത് സ്വയം അറ്റകുറ്റപ്പണികൾ നിർവഹിക്കാൻ, സ്വയം റിപ്പയർ ചെയ്യാനുള്ള അത്ഭുതകരമായ ഒരു കഴിവോടുകൂടിയാണ്. ആ കഴിവ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിനുണ്ട്. ഇൻബോൺ ഉണ്ടെന്നാണ്. ഇൻബോൺ ജനിക്കുമ്പോഴേ ഉണ്ട്. പക്ഷെ ഈ കഴിവ് ഉപയോഗിക്കണമെങ്കിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥ കാലിയായിരിക്കണം. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു നേരം വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ അത് ഒരു 5-6 മണിക്കൂർ നേരം ആമാശയത്തിൽ ദഹന പ്രക്രിയകളുണ്ട്. 5-6 മണിക്കൂർ നേരം ചെറുകുടലിലുണ്ട്. അത്ര തന്നെ സമയം വൻകുടലിലുണ്ട്. അപ്പൊ ഏകദേശം 18 മണിക്കൂർ സമയം ഇതിനെ ദഹിപ്പിക്കാനും വലിച്ചെടുക്കാനും വിസർജിക്കാനും ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ വീണ്ടും കഴിച്ചു. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ എനർജി മുഴുവൻ ഭക്ഷണം ദഹിപ്പിക്കാനും വലിച്ചെടുക്കാനും വിസർജിക്കാനും ചെലവഴിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. റിപ്പയർ ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല. എപ്പോഴാണോ ദഹനേന്ദ്രിയം കാലിയാവുന്നത്, എനർജി മുഴുവൻ റിപ്പയറിങ്ങളൊക്കെ തിരിച്ചുവിടും. അതാണ് ഫാസ്റ്റിംഗ്. അത് ശരി. പ്രകൃതി ചികിത്സയിൽ ഉപവാസം എന്ന് പറയുന്നത് ശരീരത്തിന് സ്വയം അറ്റകുറ്റപ്പണികൾ നിർവഹിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കലാണ്. ഈ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ പണ്ട് മുതലേ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജലപാനം ഉപേക്ഷിച്ചു ഒന്നും കഴിക്കാതെ, അത് മാത്രമല്ല അങ്ങനെ കഴിയുമ്പോൾ പട്ടിണിയാണ്. അങ്ങനെ കഴിയുമ്പോൾ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പൊ വീടുകളിൽ തന്നെ പണ്ട് മുതലേ പറയുമല്ലോ, അത്താഴം സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അപ്പോ അങ്ങനെ പറയുമ്പോ ആ ഒരു പ്രാവിന്റെ അല്ലെ, ഒരു തൂക്കത്തിന്റെ ഒരു ഇത് പറയും അല്ലെ, ഇത്ര തൂക്കം കുറയും എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ പല ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിക്കണ്ടേ, ഇവിടെ വന്നപ്പോഴും ഞാൻ സംസാരിക്കണ്ടായി. പല രോഗങ്ങൾ കൊണ്ട് പീഡാനുഭവങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള പലരുമായി സംസാരിച്ചു. അപ്പൊ അവരൊക്കെ പറയുന്ന ആദ്യത്തെ 1-2 ദിവസം ആ നേരത്തെയുള്ള ശീലങ്ങളിൽ നിന്ന് മാറി വരാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രയാസം നേരിട്ടേക്കാം. പിന്നെ അങ്ങോട്ടേക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. വെള്ളം കുടിച്ച് അങ്ങനെ പോകുന്നത് കൊണ്ട്, വെറും വെള്ളമല്ല, ഇപ്പൊ ജീരക വെള്ളവും അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളാണ്. മറ്റ് ദോഷങ്ങളൊന്നും അതിനെ കൊണ്ട് ഉണ്ടാവുന്നില്ല എന്നാണ് അവരും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സാറ് ഏതേത് രോഗങ്ങൾക്കാണ് ഇങ്ങനെ ചികിത്സ നൽകുന്നത്? ഈ ചികിത്സ അതും ഒരു തർക്ക വിഷയമായിട്ട് പറയുന്നവർ തന്നെ, ഈ പ്രകൃതി ചികിത്സ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നവരുണ്ട്. അതെ. ഈ ഉപവാസത്തെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ, ഉപവാസം പട്ടിണിയാണ് എന്നൊരു ധാരണയാണ്. അതെ അതെ. ഉപവാസം പട്ടിണി അല്ല. ഉപവാസ സമയത്ത് ശരീരത്തിന് ആവശ്യമായ പോഷക ഗുണങ്ങളെല്ലാം ശരീരം നൽകുന്നുണ്ട്.
അതൊരു റിസർവ് ഫുഡ് തിയറി എന്ന് പറയും. ഉം. കരുതൽ ശേഖരം. ഓക്കെ. എമർജൻസി വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കരുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം. ഉപവാസ സമയത്ത് അതിനെയാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. റിസർവ് ഫുഡിനെ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. റിസർവ് ഫുഡിന്റെ സ്റ്റോക്ക് തീർന്നാൽ പട്ടിണിയായി മാറും. പട്ടിണിയിൽ ആളെ മരിച്ചു പോകും. അപ്പോൾ ഒരു വിദഗ്ധനായ പ്രകൃതി ചികിത്സകന് റിസർവ് ഫുഡ് എവിടെ അവസാനിക്കുന്നു, പട്ടിണി എവിടെ തുടങ്ങുന്നു എന്ന് വിദഗ്ധമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. അതനുസരിച്ചാണ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. ഫാസ്റ്റിങ്ങിന് എക്സ്പെർട്ട് സൂപ്പർവിഷൻ വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ കിടന്നിട്ട് മാത്രമേ ദീർഘോപവാസം എടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഞങ്ങൾ സാധാരണ ഇതിൽ 7 ദിവസം, 9 ദിവസം, 14 ദിവസം, 21 ദിവസം, 28 ദിവസം ഒക്കെ ഉപവാസം കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ 45 ദിവസം വരെ ഉപവാസം കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ഉപവാസം. 42 ദിവസം, 45 ദിവസം, അങ്ങനെ 2 ഉപവാസങ്ങളാണ്. ഇസ്രായേൽ വനിത ഒരു തവണ 42 ദിവസം പച്ചവെള്ളം കുടിച്ചിട്ട് 42 ദിവസം. മെറാവ് എന്ന് പറഞ്ഞൊരു അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആരോഗ്യവതിയാണ്, വിളിക്കാറുണ്ട്. ഉപവാസത്തെ ഭയപ്പെടേണ്ട, അത് പട്ടിണിയല്ല. ആ സമയത്ത് റിസർവ് ഫുഡ് എന്ന് പറഞ്ഞൊരു തിയറിയാണ് വർക്ക് ചെയ്യുന്നത്. അത് ഞങ്ങൾ വളരെ വിജിലന്റ് ആണ് ആ കാര്യം. വിജിലന്റ് ആണ്. അതിൽ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ തന്നെ നടന്നു. 42 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങൾക്ക്. അതാ